ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ബൊക്കെ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് ഫ്ലവർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. പിന്നെ കയ്യിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊന്ന് ജസ്റ്റ് നനച്ച് കൊടുക്കുന്നുണ്ട്. അധികം ഓവറായിട്ട് ഞാൻ വെള്ളത്തിൽ മുക്കിയിടുന്നില്ല, കാരണം ഈ ഫ്ലവറിലേക്ക് ആ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്ലവർ കേട് വരും കേട്ടോ. അങ്ങനെ ഞാൻ ഫ്ലവർ റെഡ് ആയിട്ട് ചൂസ് ചെയ്തിരുന്നത്. പിന്നെ അത് ഓരോന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റിക്ക് എടുത്തപ്പോഴാണ് ഇതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്ത ബോട്ടിലും പൊട്ടിച്ച് പിന്നെ ഞാനിതെല്ലാം ഇങ്ങനെ ഓരോന്ന് ചെയ്തെടുത്തിട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റർ കൊണ്ട് സ്റ്റിക്ക് ആക്കുന്നുണ്ട്, കാരണം അതിൽ നിന്ന് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ഏത് വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിട്ട് ഞാനൊന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഫ്ലവറും ഇതേപോലെ വെച്ച് കൊടുത്ത് ഞാൻ അടിയിൽ നിന്ന് മേലോട്ടുള്ള മെത്തേഡിലാണ് ചെയ്ത് കൊടുത്തത്. അതാവുമ്പോൾ നമുക്ക് ആ ഫ്ലവർ അതിലേക്ക് കുത്തി വെക്കുമ്പോൾ ഒരു തടസ്സം ഉണ്ടാവില്ല. പിന്നെ ഇതാണ് ഞാൻ ചൂസ് ചെയ്ത ഫ്ലവർ. ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കാണ്ട് കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാൻ ഭയങ്കര എളുപ്പമാവും. അപ്പോൾ അതും ഞാൻ ഇങ്ങനെ ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ കൂടെ കൂടിക്കോളി. അപ്പോൾ വേറൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.